TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ KK രമയുടെ മൊഴിയെടുത്ത ASIക്ക് സ്ഥലം മാറ്റം. കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി. മൊഴിയെടുത്തത് പ്രതി ട്രൗസർ മനോജിന് ഇളവ് നൽകുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി. ഉത്തരേന്ത്യയിൽ കനത്ത മഴ, വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. ജൂലൈ 2 വരെ ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട്. ഡൽഹിയിൽ ഒരു വയോധികനും 4 കുട്ടികളും വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. ഡൽഹിയിൽ കനത്ത മഴയിലും വെള്ളക്കെട്ടിലും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച ഡൽഹി സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായമായി നൽകുമെന്ന് മന്ത്രി അദീഷി. ഡൽഹിയിൽ മഴയിൽ മരിച്ചവരുടെ എണ്ണം 11 ആയി. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ വൻ ക്രമക്കേട്. പ്രസിഡന്റ് ജയകുമാർ സഹകരണ നിയമത്തെ വെല്ലുവിളിച്ച് പല കാര്യങ്ങളും ചെയ്തെന്ന് മുൻ വൈസ് പ്രസിഡന്റ് എബ്രഹാം മാസ്റ്റർ. പ്രസിഡന്റിന്റെ സഹോദരിക്ക് 1 കോടി രൂപ ലോൺ കൊടുത്തു. കളക്ഷൻ ഏജന്റിൽ നിന്നുള്ള പണമൊന്നും അടഞ്ഞു കണ്ടിട്ടില്ല. ധന ഇടപാടിൽ കാണിക്കാൻ കഴിയുന്ന എല്ലാ തരികിടകളും പ്രസിഡന്റ് കാണിച്ചെന്നും മുൻ വൈസ് പ്രസിഡന്റ്. തിരുവനന്തപുരം വർക്കല കാപ്പൽ ബീച്ചിൽ തിരയിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചു. മരിച്ചത് കൊല്ലം ശീമാട്ടി സ്വദേശിയായ അല്ലമീൻ, കൊട്ടാരക്കര സ്വദേശിയായ അൻവർ എന്നിവർ. അല്ലമീന്റെ സഹോദരി ഭർത്താവാണ് അൻവർ. അപകടം ഉച്ചയ്ക്ക് 12:30ഓടെ. സംസ്ഥാനത്ത് H1N1 ഡെങ്കി കേസുകൾ ഉയരുന്നു. പ്രതിദിന പനിബാധിതരുടെ എണ്ണം 11,000-ന് മുകളിൽ. 10 ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 1075 ഡെങ്കി കേസുകൾ. കോഴിക്കോട് ഡെങ്കിപ്പനി മരണം. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 15-കാരി മരിച്ചു. ചേലേമ്പ്രയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ചേലേമ്പ്ര സ്വദേശി ദിൽഷ ഷിറിനാണ് മരിച്ചത്. വൈദ്യരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ദിൽഷയുടെ മരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിൽഷ ഷിറിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സിം കാർഡ് പോർട്ട് ചെയ്യാൻ പുതിയ നിബന്ധനകൾ. ട്രായ് പരിഷ്കാരങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പോർട്ടിങ്ങിനായി ഇനി 7 ദിവസം കാത്തിരിക്കണം. പുതിയ ഭേദഗതികൾ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ. നടിയെ ആക്രമിച്ച കേസിൽ നീതി നിഷേധിക്കപ്പെടുന്നെന്ന അഭിഭാഷക TB മിനി. തുടർച്ചയായി കേസ് അട്ടിമറിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അതിജീവിതയുടെ അഭിഭാഷക. മെമ്മറി കാർഡ് ചോർത്തിയ കോടതി ജീവനക്കാരെ പ്രതി ചേർക്കാത്തതിൽ ദുരൂഹതയെന്നും മിനി ന്യൂസ് മലയാളത്തോട്. പെരിയാറിലേക്ക് മാലിന്യമൊഴുക്കിയ കമ്പനിക്കെതിരെ നടപടി. സിജി ലൂബ്രിക്കന്റ് കമ്പനിക്കെതിരെ കേസെടുത്ത് ബിനാനിപുരം പോലീസ്. നടപടി എടത്തല നൊച്ചിമ സ്വദേശി ഷബീറിന്റെ പരാതിയിൽ. മലപ്പുറം മഞ്ചേരിയിൽ നിർത്തിയിട്ട ലോറിയിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി ജഗന്നാഥനാണ് മരിച്ചത്. രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഞ്ചേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കേബിൾ TV ടെക്നീഷ്യന് വൈദ്യുത പോസ്റ്റിൽ നിന്ന് വീണ് ദാരുണാന്ത്യം. ആനച്ചാൽ മേരിലാൻഡ് സ്വദേശി കോയിക്കാക്കുടി റെന്നി ജോസഫാണ് മരിച്ചത്. ആനച്ചാൽ മേരിലാൻഡിൽ വെച്ച് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. അപകടമുണ്ടായപ്പോൾ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരള വിഷൻ കേബിൾ ടെക്നീഷ്യനായിരുന്നു മരിച്ച റെന്നി.
സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയായി മാട്ടുപ്പെട്ടിയിലെ കാട്ടാനക്കൂട്ടം. കാട്ടാനകൾ ഇടുക്കിയുടെ പലയിടങ്ങളിലും ഭീഷണി ഉയർത്തുമ്പോൾ മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടിയിലെ കാട്ടാനക്കൂട്ടം ശാന്തരാണ്. മഴക്കാലത്തും ഇടുക്കിയിലേക്ക് ഒഴുകിയെത്തുന്ന സഞ്ചാരികൾക്ക് കൗതുകമാണ് മാട്ടുപ്പെട്ടി പുൽമേട്ടിൽ മേയുന്ന കാട്ടാനക്കൂട്ടം. തിരുവനന്തപുരത്ത് ബാങ്കിൽ നിന്ന് ചിട്ടിപ്പണം തിരികെ നൽകാത്തതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ബിജുകുമാറിന്റെ മരണത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുടുംബം. മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പണത്തിനു വേണ്ടി ബാങ്കിൽ പലതവണ കയറിയിറങ്ങിയിട്ടും ഫലമുണ്ടായില്ല. കഴിഞ്ഞ ദിവസമാണ് ചെമ്പഴന്തി സ്വദേശി ബിജുകുമാർ ആത്മഹത്യ ചെയ്തത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം മറികടന്ന മത്സ്യബന്ധനം. തൃശൂർ അഴീക്കോട് നിന്നും 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ട് കടലിൽ കുടുങ്ങി. തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത് ഫിഷറീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ. തുടർച്ചയായ ദിവസങ്ങളിൽ കടലിൽ കുടുങ്ങിയത് ട്രോളിംഗ് നിരോധനം ലംഘിച്ച കടലിൽ പോയ 4 ബോട്ടുകൾ. തൃശൂരിൽ CPM BJP അന്തർധാരയെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ. താമര വിരിയുമെന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പറഞ്ഞു. താമര വിരിയാൻ പാർട്ടി ചളി ഒരുക്കി. തൃശൂർ പൂരം കലക്കിയത് അന്തർധാരയുടെ ഭാഗമെന്നും മുരളീധരൻ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ SNDP ഓഫീസിനു നേരെ ആക്രമണം. നാരായണമംഗലം ഷാഹിക്ക് നേരെ ആക്രമണമുണ്ടായത് ഇന്നലെ രാത്രി. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം നിലത്തെറിഞ്ഞു തകർത്തു. ജനൽ ചില്ലുകളും അടിച്ചു തല്ലി തകർത്തു. ഉത്തരാഖണ്ഡിൽ വൻ ഹിമപാതം. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം കേദർനാഥിലെ ഗാന്ധി സരോവറിൽ മഞ്ഞുപാളികൾ അടർന്നു വീണു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്ത കണ്ടക്ടർക്ക് നേരെ അസഭ്യ വർഷവുമായി യാത്രക്കാരൻ. KSRTC അടൂർ ഡിപ്പോയിലെ കണ്ടക്ടർ മനീഷിനെയാണ് യാത്രക്കാരൻ അസഭ്യം പറഞ്ഞത്. ഇന്നലെ രാത്രി കായംകുളത്ത് നിന്ന് അടൂരിലേക്കുള്ള അവസാന ബസ്സിലായിരുന്നു സംഭവം. അടൂർ പോലീസിൽ പരാതി നൽകി. എറണാകുളം പൊറ്റക്കുഴിയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനം. ബേക്കറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രദീപിന് മർദ്ദനമേറ്റതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മർദ്ദനം ബേക്കറിക്ക് മുൻപിൽ വഴി തടസ്സപ്പെടുത്തി വാഹനം പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതിന്. എളമക്കര പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ സംപ്രേഷണ പരിപാടി മൻ കി ബാത്ത് പുനരാരംഭിച്ചു. 4 മാസങ്ങൾക്ക് ശേഷം ഇന്ന് സംപ്രേഷണം ചെയ്തത് 111ാം പതിപ്പ്. കബനിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാട്ടാനക്കൂട്ടം. ഒഴുക്കിൽപ്പെട്ടത് ബാവലി മീൻകൊല്ലി പ്രദേശത്ത്. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കല്ലിനോട് പോയായിരിക്കോ അത് കേറും. പാലക്കാട് മണ്ണാർക്കാട് തിരുവിടാംകുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് വനംവകുപ്പ്. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനെതിരെ പോസ്റ്റർ. ആലത്തൂരിലെ തോൽവിക്ക് കാരണം തങ്കപ്പന്റെ കെടുകാര്യസ്ഥത എന്ന പോസ്റ്ററിൽ തങ്കപ്പൻ രാജിവെക്കണമെന്നും ആവശ്യം.
മലപ്പുറത്ത് 45-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. കൊലപാതകമെന്ന പോലീസ്, ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് താനൂർ സ്വദേശി ആബിദ്. കൊലപാതകത്തിലേക്ക് നയിച്ചത് വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ മർദ്ദനം. യാത്രക്കാർക്ക് അസൗകര്യങ്ങൾ മാത്രം സമ്മാനിച്ച വാഗമൺ. ടൂറിസം സാധ്യതകൾ ഉപയോഗിക്കാനായി നിർമ്മിച്ച ടൂറിസ്റ്റ് കോംപ്ലക്സ് 10 വർഷത്തിലേറെയായി കാടുകയറി നാശമായി കിടക്കുന്നു. കോംപ്ലക്സിന്റെ പുനർനിർമ്മാണത്തിന് 6 കോടി രൂപ സർക്കാർ അനുവദിച്ചു. കെട്ടിടത്തിന്റെ ശാപമോക്ഷത്തിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാരും വിനോദസഞ്ചാരികളും. ജില്ലയുടെ പൗരാണിക പ്രൗഢി തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ആലപ്പുഴ പൈതൃക പദ്ധതി പാതിവഴിയിൽ. പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ മ്യൂസിയങ്ങൾ എങ്ങുമെത്തിയില്ല. സഞ്ചാരികളെ ആകർഷിക്കാനായി ആവിഷ്കരിച്ച ബീച്ച് നവീകരണവും കടൽപ്പാലം നിർമ്മാണവും വാഗ്ദാനം മാത്രമായി. പെരുമ്പാവൂരിൽ 4 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ അറസ്റ്റിൽ. ഒറീസ സ്വദേശി ടാർജൻ പ്രധാനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ ലഹരി വിൽപ്പന നടക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കേരളത്തിൽ സ്ഥാപിക്കുമെന്നും അത് ഏതെങ്കിലും നേതാക്കൾ തീരുമാനിക്കുന്ന സ്ഥലത്തല്ലെന്നും ശശി തരൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാജീവ് ചന്ദ്രശേഖർ നൽകിയ വാഗ്ദാനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു തരൂർ. കേന്ദ്രത്തിന്റെ അംഗീകാരത്തിന് വിധേയമായി സംസ്ഥാന സർക്കാരാണ് സ്ഥലം തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ബാക്കപ്പ് എയർപോർട്ട് ഓപ്പറേഷൻ കൺട്രോൾ സെന്റർ. നിലവിൽ വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിന് സമീപം പ്രവർത്തിക്കുന്ന AOCCക്ക് പുറമെയാണ് എയർസൈഡിലെ ഫയർ റെസ്ക്യൂ കെട്ടിടത്തിനുള്ളിൽ പുതിയ ബാക്കപ്പ് AOC സജ്ജീകരിച്ചത്. പ്രവാസി ലീഗൽ സെല്ലിന്റെ ഈ വർഷത്തെ വിവരാവകാശ പുരസ്കാരത്തിന് കേരള വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A ഹക്കീമിനെ തിരഞ്ഞെടുത്തു. പ്രവാസികളുടെ നിയമസഹായത്തിനും വിവരാവകാശ നിയമത്തിന്റെ പ്രചാരത്തിനുമായി ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് K പത്മനാഭന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം. വിവരാവകാശ നിയമത്തിന്റെ വ്യാപ്തി വിപുലമാക്കുകയും ജനപക്ഷത്തു നിന്ന് നിയമത്തെ വ്യാഖ്യാനിക്കുകയും രചനാത്മകമായ വിധിന്യായങ്ങളിലൂടെ നിയമം ഫലപ്രദമായി നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് കമ്മീഷണർ എന്ന നിലയിലുള്ള ഡോക്ടർ ഹക്കീമിന്റെ പ്രവർത്തനമെന്ന് വിധിനിർണയ സമിതി വിലയിരുത്തി. ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൂർണമെന്റിൽ ഉടനീളം പുലർത്തിയ ആത്മവിശ്വാസവും മികവും വിജയം കരസ്ഥമാക്കാൻ സഹായിച്ചു. കായിക മേഖലയിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ വിജയം പ്രചോദനമാകുമെന്നും മുഖ്യമന്ത്രി. മലപ്പുറം കാട്ടുമുണ്ട സംസ്ഥാന പാതയിൽ KSRTC ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽപ്പെട്ടത് മദ്രസ വിട്ട് ഓട്ടോയിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്ന വിദ്യാർത്ഥികൾ. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട KSRTC ബസ് തൊട്ടടുത്ത ബസ് വെയിറ്റിംഗ് ഷെഡ് ഇടിച്ചു തകർത്തു. വയനാട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവതി കിണറ്റിൽ മരിച്ച നിലയിൽ. മരിച്ചത് ഇടിയംവയൽ സ്വദേശിനി മീന. ഇന്ന് രാവിലെ വെള്ളമെടുക്കുവാൻ പോയ മീനയുടെ മകനാണ് കിണറ്റിൽ മൃതദേഹം കണ്ടത്.
ഭർത്താവ് നാരായണൻ ഒളിവിൽ. സംഭവത്തിൽ വൈത്തിരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നാളെ കൊച്ചുവേളി മംഗളൂരു സെൻട്രൽ സെക്ടറിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ്. രാവിലെ കൊച്ചുവേളിയിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ രാത്രി 10 മണിയോടെ മംഗളൂരുവിലെത്തും. 8 കോച്ചുകളുള്ള ട്രെയിനാണ് സ്പെഷ്യൽ സർവീസ് നടത്തുക. സ്പെഷ്യൽ സർവീസ് തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലെ 14 കോളേജുകൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നു. കോഴ്സുകളുടെ അപര്യാപ്തത, കോളേജുകളുടെ അംഗീകാരം തുടങ്ങിയ ഘടകങ്ങൾ വിദ്യാർത്ഥികളുടെ കുറവിന് കാരണമായതാണ് കോളേജുകൾ അടച്ചുപൂട്ടാൻ കാരണം. പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതും പ്രതിസന്ധിയായി. ചാവക്കാട് ഒരുമനയൂർ 6-ാം വാർഡ് ശാഖ റോഡിൽ സ്ഫോടനം. തുണിയിൽ പൊതിഞ്ഞ നിലയിലുള്ള പടക്കമാണ് പൊട്ടിത്തെറിച്ചത്. വെളുത്ത കല്ലിൽ കഷ്ണങ്ങളും ഗുണ്ടും സ്ഫോടന സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. പ്രദേശത്ത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ ചാവക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. റോഡരികിൽ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കുളം കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. മാനന്തവാടി ചെന്നലായി റോഡിൽ ക്വാറിക്ക് സമീപം സ്വകാര്യ വ്യക്തി റോഡരികിലായി നിർമ്മിച്ച കുളത്തിനെതിരെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് റോഡിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തി കുളം നിർമ്മിച്ചതെന്നാണ് ആരോപണം. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജിൽ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. നാളെ രാവിലെ 10 മണിക്ക് 4 വർഷ ബിരുദ കോഴ്സുകളുടെ കോളേജ് തല ഉദ്ഘാടനം നടക്കും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കാൻ പൂർണ്ണ സജ്ജമെന്ന വയനാട് ജില്ലാ പോലീസ്. പുതിയ നിയമങ്ങളെക്കുറിച്ച് ജില്ലയിലെ മുഴുവൻ പോലീസുകാർക്കും ഘട്ടം ഘട്ടമായി മികച്ച പരിശീലനങ്ങളും പരിശീലന ക്ലാസുകൾക്ക് ശേഷം പരീക്ഷകളും നടത്തിയിട്ടുണ്ട്. പുതിയ നിയമങ്ങളിൽ എല്ലാ പോലീസുകാരും അവബോധമുള്ളവരാണെന്നും പൊതുജനങ്ങൾക്ക് പുതിയ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുവാൻ പദ്ധതിയുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി T. നാരായണൻ. നോയിഡയിൽ മതിൽ ഇടിഞ്ഞു വീണ 3 കുട്ടികൾ മരിച്ചു. 5 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ഡൽഹി വസന്ത് വിഹാറിലെ കുഴിയിൽ കുടുങ്ങിയ 2 തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി. ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽപ്പെട്ടത് താൽക്കാലിക ഷെഡുകളിൽ താമസിച്ചിരുന്ന തൊഴിലാളികൾ. തിരച്ചിൽ നടത്തുന്നത് ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും സംയുക്തമായി. പ്രസിദ്ധമായ അമർനാഥ് യാത്രയ്ക്ക് തുടക്കം. 4600 തീർത്ഥാടകരുടെ ആദ്യ ബാച്ച് ബാൽതൽ ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഗവർണർ മനോജ് സിൻഹ തീർത്ഥാടനത്തിന്റെ ആദ്യ ബാച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ വ്യാജ തട്ടിപ്പ്. ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി സർക്കാർ. തട്ടിപ്പ് ഇന്ത്യ പോസ്റ്റിന്റെ SMS സന്ദേശമെന്ന വ്യാജേന. പാക്കേജ് ഡെലിവറിക്കായി വിലാസവും വ്യക്തിഗത വിവരങ്ങളും ആവശ്യപ്പെട്ടുള്ള തട്ടിപ്പ് സന്ദേശത്തെ അവഗണിക്കണമെന്നും അധികൃതർ. ഇതിനകം തട്ടിപ്പിനിരയായ വിവരം Xലൂടെ പങ്കുവച്ച് 100 കണക്കിന് ഉപയോക്താക്കൾ. മഹാരാഷ്ട്ര താനെ ജില്ലയിൽ AI ഉപയോഗിച്ച് ശബ്ദം മാറ്റി തട്ടിപ്പ്. 6 ലക്ഷം രൂപ തട്ടിയെടുത്ത അയൽവാസി അറസ്റ്റിൽ. AIയിലൂടെ പുരുഷ ശബ്ദത്തിൽ സംസാരിച്ചാണ് അയൽവാസിയായ സ്ത്രീയിൽ നിന്ന്
പ്രതി രശ്മികർ പണം തട്ടിയത്. പ്രതിയായ രശ്മികർ അയൽക്കാരിയെ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയത് വിവിധ ഗഡുക്കളായി. തട്ടിപ്പിൽ രശ്മിയുടെ ഭർത്താവിനും പങ്കെന്ന് പോലീസ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിഭവങ്ങളുടെ ലിസ്റ്റിൽ ഇടം നേടി മഹാരാഷ്ട്ര വിഭവമായ ആംറസ്. ടേസ്റ്റ് അറ്റ്ലസിന്റെ ലിസ്റ്റിലാണ് ആംറസ് 1-ാം സ്ഥാനത്തെത്തിയത്. ലിസ്റ്റിൽ 5-ാം സ്ഥാനത്ത് മാമ്പഴ ചട്നി. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അധികാരമേറ്റു. കരസേനയുടെ 30ാമത് മേധാവിയായാണ് ഉപേന്ദ്ര ദ്വിവേദി. ഡൽഹിയിലെ കരസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ചുമതലയേറ്റെടുത്തത്. ജനറൽ മനോജ് പാണ്ഡെയുടെ 26 മാസത്തെ കാലാവധി പൂർത്തിയായതോടെയാണ് ചുമതല മാറ്റം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ മുന്നറിയിപ്പില്ലാതെ 100-ലേറെ ജീവനക്കാരെ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടത് 4 ക്യാമ്പസുകളിൽ നിന്നുമായി 55 അധ്യാപകരെയും 60ഓളം അനധ്യാപക ജീവനക്കാരെയും. ശമ്പളം നൽകുന്നതിനായി ടാറ്റ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൽ നിന്നും ഗ്രാന്റ് ലഭിക്കാത്തതാണ് പിരിച്ചുവിടലിന് കാരണം. 1 ദശാബ്ദത്തിലേറെയായി കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ് പുറത്താക്കപ്പെട്ടത്. പണ്ടാരം ഭൂമിയുടെ കണക്കുകൾ പുറത്തുവിട്ട് ലക്ഷദ്വീപ് ഭരണകൂടം. 60% ഭൂമിയും സർക്കാരിന്റേതെന്ന അവകാശവാദം. 5 ദ്വീപുകളിലായി 576 ഹെക്ടർ പണ്ടാരം ഭൂമിയുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. 3117 വീടുകളും 70 മതസ്ഥാപനങ്ങളും പണ്ടാരം ഭൂമിയിൽ. നീറ്റ് PG പരീക്ഷ പുനഃക്രമീകരിക്കാൻ ഒരുങ്ങി നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ. പുതിയ പരീക്ഷാ തീയതി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പ്രഖ്യാപിക്കും. പെൻ പേപ്പർ രീതിയിൽ നിന്നും മാറി കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാകാനും സാധ്യത. നീറ്റ് വിവാദത്തെ തുടർന്ന് മാറ്റിവെച്ച മറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ടിരുന്നു. ദേശീയ അധ്യാപക അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ച CBSE. അധ്യാപന മേഖലയിൽ മികവ് പുലർത്തിയ അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കുമാണ് അവാർഡ്. അപേക്ഷകൾ ജൂലൈ 8 വരെ സമർപ്പിക്കാം. ജീവനക്കാരുടെ കുറവിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 വിമാനങ്ങൾ റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് രാത്രി 11:10 മസ്കറ്റിലേക്ക് പോകേണ്ട വിമാനവും മസ്കറ്റിൽ നിന്ന് രാവിലെ 7:10 വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത്. മഹാരാഷ്ട്ര ലോണാവാലയിൽ ബുസി ഡാമിന് സമീപത്തെ വെള്ളച്ചാട്ടത്തിൽ 5 പേരെ കാണാതായി. വെള്ളച്ചാട്ടത്തിലേക്ക് കാൽ വഴുതി വീണതാകാമെന്ന നിഗമനം. പോലീസും പ്രദേശവാസികളും ചേർന്ന് കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു. ടിൻഡർ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട യുവതിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയ യുവാവിന് 1 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം. സംഭവം ഡൽഹിയിലെ വികാസ് മാർഗിലെ ബ്ലാക്ക് മിറാർ കഫേയിൽ. പെൺകുട്ടിയും സുഹൃത്തും ചേർന്ന് നടത്തിയ തട്ടിപ്പിൽ യുവാവിനെ കുടുക്കുകയായിരുന്നുവെന്ന് പോലീസ്.
വിമാനങ്ങളുടെ സമയക്രമം പാലിക്കുന്നതിൽ റിയാദ് വിമാനത്താവളം ഒന്നാമത്. റാങ്കിംഗ് വിമാന സർവീസുകളുടെ പ്ലാനിംഗിന്റെ കാര്യക്ഷമത പരിഗണിച്ചും വിമാനങ്ങളുടെ ഷെഡ്യൂൾ സംബന്ധിച്ച വിവരം യാത്രക്കാർക്ക് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലും. പ്രമുഖ ഏജൻസി സിറിയം ഡിഒ നടത്തിയ ആഗോള റാങ്കിങ്ങിലാണ് റിയാദ് എയർപോർട്ട് ഒന്നാം സ്ഥാനം നേടിയത്. സുനിതയുടെ മടങ്ങിവരവിനെ കുറിച്ച് ആശങ്കയില്ലെന്ന് ISRO ചെയർമാൻ എസ് സോംനാഥ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസിന്റെ മടങ്ങിവരവ് വൈകുന്നതിൽ പ്രതികരിക്കുകയായിരുന്നു എസ് സോംനാഥ്. സുനിത വില്യംസ് നമുക്ക് അഭിമാനമാണെന്നും ബഹിരാകാശ നിലയത്തിലെ താമസം സുരക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വംശീയാധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് ഋഷി സുനക് ബ്രിട്ടനിൽ പൊതുതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു. റീഫോം UK പാർട്ടിയുടെ നിജൽ ഫറാജിന്റെ അനുയായിയായി സുനക്കിനെതിരെ വംശീയാധിക്ഷേപം നടത്തിയത്. ഇതിൽ അതിയായ ഖേദവും രോഷവുമുണ്ടെന്ന് സുനക് ബ്രിട്ടീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു. കാത്തിരിപ്പിന് വിരാമമിട്ട് റോയൽ എൻഫീൽഡ് ഗറില്ലയുടെ ലോഞ്ചിംഗ് തീയതി പ്രഖ്യാപിച്ചു കമ്പനി. ബൈക്കിന്റെ അന്താരാഷ്ട്ര ലോഞ്ചിംഗ് ജൂലൈ 17 ബാഴ്സലോണയിൽ നടക്കും. നിലവിൽ റോഡ്സ്റ്റർ ശ്രേണിയിൽ കത്തി നിൽക്കുന്ന ട്രയംഫ് സ്പീഡ് 400 കനത്ത വെല്ലുവിളിയായിരിക്കും ഗറില്ല. 2.5 ലക്ഷം രൂപ മുതലായിരിക്കും വാഹനത്തിന്റെ എക്സ് ഷോറൂം വിലയെന്ന് സൂചന. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ തിരക്കിലാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപുമായുള്ള വ്യത്യസ്ത ഉടമ്പടിയാണ്. 78-കാരനായ ട്രംപ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രസിഡന്റ് ആയാൽ പ്രഥമ വനിതയായി എല്ലാ ദിവസവും 24 മണിക്കൂർ സേവനം തുടരാനാകില്ലെന്നാണ് മെലാനിയ ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിരിക്കുന്നത്. കനേഡിയൻ എയർലൈൻസായ വെസ്റ്റ് ജെറ്റ് എയർലൈൻ 407 വിമാന സർവീസുകൾ റദ്ദാക്കിയത് മെയിന്റനൻസ് വർക്കേഴ്സ് യൂണിയൻ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനെ തുടർന്ന്. കാനഡയിലെ രണ്ടാമത്തെ വലിയ എയർലൈനാണ് വെസ്റ്റ് ജെറ്റ്. അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞത് 49,000 യാത്രക്കാർ. കടലിൽ ഒഴുകി വന്ന കുപ്പിയിലെ പദാർത്ഥം കഴിച്ച് 5 ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. തൻകാലെ ഫിഷറീസ് ഹാർബറിൽ നിന്നും പോയ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ് മരിച്ചത്. കരയിൽ നിന്നും 320 നോട്ടിക്കൽ മൈൽ അകലെയാണ് കുപ്പികൾ കണ്ടെത്തിയത്. കുപ്പിയിലെ പദാർത്ഥം മദ്യമെന്ന് സംശയമെന്ന് നാവികസേനാ ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ ഗ്യാൻ വിക്രമസൂര്യ അറിയിച്ചു. ടിയാൻലോങ് 3 റോക്കറ്റിന്റെ ഒരു ഭാഗം പരീക്ഷണത്തിനിടെ തകർന്നു വീണു. ഘടനാപരമായ തകരാറുകൾ കാരണം വിക്ഷേപണ പാഡിൽ നിന്ന് വേർപെട്ട് ചൈനയിലെ കുന്നിൻ പ്രദേശത്ത് തകർന്നു വീഴുകയായിരുന്നു. റോക്കറ്റിന്റെ ഭാഗങ്ങൾ തീപിടുത്തം ഉണ്ടാക്കിയെങ്കിലും ആളപായമുണ്ടാക്കിയില്ല. ഫ്രാൻസ് ദേശീയ അസംബ്ലിയിലേക്കുള്ള ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 577 അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ജൂലൈ 7. നൈജീരിയയിലെ ബോർണോയിൽ ബോംബ് പൊട്ടിത്തെറിച്ച 18 മരണം, 48 പേർക്ക് പരിക്ക്. ബോംബ് പൊട്ടിയത് 3 ഇടങ്ങളിലായി. ആക്രമണം നടത്തിയത് ചാവേറുകളെന്ന സംശയമെന്ന് നൈജീരിയൻ ദുരന്ത നിവാരണ അതോറിറ്റി. സൈബർ തട്ടിപ്പുകാർക്കായി വലവിരിച്ച് UAE പോലീസ്. അറസ്റ്റിലായത് റാക്കറ്റിലെ 100-ലേറെ പേർ. ഏറ്റവും വലിയ ഓപ്പറേഷൻ നടന്നത് അജ്മാനിൽ. നഗരത്തിലെ ഗ്രാൻഡ് മാളിലും സൈബർ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന നിരവധി റെസിഡൻഷ്യൽ ടവറുകളിലും പ്രത്യേക സേന പുലർച്ചെ വരെ നടത്തിയ റെയ്ഡുകളിലാണ് ഏറ്റവും കൂടുതൽ പേർ പിടിയിലായിരിക്കുന്നത്.
തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ സൗദി വർഷത്തിൽ 3 കോടി പേർക്ക് അവസരം നൽകും. തീർത്ഥാടകരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിപ്പിക്കുമെന്ന് ഉംറ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ബിൻ. ഈ വർഷം 10 ദശലക്ഷത്തിലധികം തീർത്ഥാടകരെ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു. 1.8 ദശലക്ഷം ജനങ്ങൾ മക്കയിലും പരിസരത്തും വാർഷിക ഹജ്ജ് തീർത്ഥാടനം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ മാസം ആദ്യം പുതിയ ഉംറ സീസൺ ആരംഭിച്ചത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇനി തുളുവും. ഇന്ത്യൻ ഭാഷകളിൽ ഹിന്ദി, ഉറുദു, തമിഴ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, തെലുങ്ക്, മലയാളം എന്നിവ നേരത്തെ ലഭ്യമായിരുന്നു. ഇപ്പോൾ 110 ഭാഷകൾ കൂടിയാണ് ഗൂഗിൾ ഉൾപ്പെടുത്തിയത്. ഇതിൽ 7 എണ്ണം ഇന്ത്യയിൽ നിന്നാണ്. അതിലൊന്ന് തുളു. ദക്ഷിണ കന്നഡയിലും കേരളത്തിലെ ഒരു വിഭാഗവും സംസാരിക്കുന്ന ഭാഷ ഗൂഗിൾ ഉൾപ്പെടുത്തിയത് വലിയ ചർച്ചയായിരിക്കുന്നു. ജിയോയ്ക്ക് പിന്നാലെ മൊബൈൽ റീചാർജ് നിരക്കുകൾ കുത്തനെ ഉയർത്തി ഭാരതി എയർടെൽ. ജൂലൈ 3 മുതൽ നിരക്ക് വർധന നിലവിൽ വരും. അൺലിമിറ്റഡ് വോയിസ് പ്ലാനിന്റെ നിരക്ക് 179 രൂപയിൽ നിന്നും 199 രൂപയായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിരക്ക് ഉയർത്തിയതിന് പിന്നാലെ ഓഹരി വിപണിയിൽ ഭാരതി എയർടെലിന് 1% നേട്ടമുണ്ടായി. ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെ നേട്ടം പങ്കുവച്ച് നടിയും ഭാര്യയുമായ ലെന. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് പ്രശാന്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ എംടെക് റിസർച്ച് കൊളോക്യം അവതരിപ്പിച്ച വാർത്ത. പോസ്റ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംസാരിക്കുന്ന പ്രശാന്തിന്റെ വീഡിയോയും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ T20 ലോകകപ്പ് വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് ബോളിവുഡ് താരം അനുഷ്ക ശർമ്മ. ഇന്ത്യൻ ടീം അംഗവും ഫൈനലിലെ താരവുമായ ഭർത്താവ് വിരാട് കോഹ്ലിയുടെ പ്രകടനത്തിലും ടീമിന്റെ വിജയത്തിലുമുള്ള സന്തോഷം അനുഷ്ക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. കോഹ്ലിയുടെ പ്രകടനം കാണാൻ സാധാരണയായി ഗ്യാലറിയിലെത്താറുള്ള അനുഷ്ക ഫൈനൽ മത്സരം മകൾ വാമയ്ക്കൊപ്പം വീട്ടിലിരുന്നാണ് കണ്ടത്. നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ പിറന്നാൾ ദിനത്തിൽ എക്സ്ട്രാ ഡീസന്റിന്റെ സ്പെഷ്യൽ പോസ്റ്റർ പുറത്തിറക്കി അണിയറ പ്രവർത്തകർ. അഭിനയത്തിനൊപ്പം നിർമ്മാതാവ് എന്ന റോളിലും സുരാജ് അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമാണിത്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും സുരാജിന്റെ വിലാസിനി സിനിമാസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഇതിഹാസ സിനിമയായ കൽക്കിയുടെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കുന്നുവെന്ന് രജനീകാന്ത്. തെന്നിന്ത്യൻ സിനിമാ ശാലകളെ ആവേശം കൊള്ളിക്കുന്ന പ്രകടനവുമായി മുന്നേറുന്ന ബ്രഹ്മാണ്ഡ ചിത്രം കൽക്കി 2898 AD അഭിനന്ദിച്ച തമിഴ് ചലച്ചിത്ര താരം രജനീകാന്ത്. ചിത്രം കണ്ട ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരം സിനിമയെയും അണിയറ പ്രവർത്തകരെയും അഭിനന്ദിച്ചത്. DD റിട്ടേൺസിന് 2ാം ഭാഗവുമായി സന്താനം. 2023 റിലീസായ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ മീനാക്ഷി ചൗധരി നായികയാകും. പ്രേം ആനന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് നടൻ ആര്യയാണ്. സന്താനത്തിന്റെ മറ്റൊരു ഹിറ്റ് ചിത്രം ദില്ലിക്ക് ദുഗുഡുവിനും 2ാം ഭാഗം അണിയറയിൽ തയ്യാറാകുന്നു. അജിത്ത് നായകനാകുന്ന വിടാമുയർച്ചയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സംവിധായകൻ മകിഴ് തിരുമേനി ഒരുക്കുന്ന ബിഗ് ബഡ്ജറ്റ് മാസ് ആക്ഷൻ ചിത്രം മങ്കാത്തയിലൂടെ പ്രേക്ഷകരെ ത്രസിപ്പിച്ച അജിത് കുമാർ, അർജുൻ, തൃഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുകയാണ്. ആരവ്, റജീന കസാൻഡ്രെ, നിഖിൽ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കറിനാണ് നിർമ്മിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദ്രാണ് സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ് താരങ്ങളായ ആര്യയും ഗൗതം കാർത്തിക്കും ഒന്നിക്കുന്നു. ഇരുവരും നായകന്മാരായി എത്തുന്നത് മനു ആനന്ദ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം മിസ്റ്റർ എക്സിൽ. ശരത് കുമാറും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ.
പ്രദീപ് രംഗനാഥൻ നായകനാകുന്ന ചിത്രം ഡ്രാഗണിൽ നായികയായി അനുപമ പരമേശ്വരൻ. അശ്വന്ത് മാരിമുത്തു സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരുക്കുന്നത് റോംകോമായി. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കാസിനോ തകർത്തതായി പോലീസ്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് കാസിനോ കണ്ടെത്തിയത്. കേസിൽ 6 പേർ അറസ്റ്റ്. മമ്മൂട്ടി പകർത്തിയ നാട്ടുബുൾബുൾ പക്ഷിയുടെ ചിത്രം ലേലം ചെയ്തു. ചിത്രം ലേലത്തിൽ പോയത് 3 ലക്ഷം രൂപയ്ക്ക്. ചിത്രം സ്വന്തമാക്കിയത് ലീന ഗ്രൂപ്പ് ഓഫ് ബിസിനസിന്റെ ചെയർമാൻ അച്ചു ഉള്ളാട്ടിൽ. T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് പാരിതോഷികം പ്രഖ്യാപിച്ച BCCI. 125 കോടി രൂപയാണ് BCCIയുടെ സമ്മാനം. പ്രഖ്യാപനം നടത്തി BCCI സെക്രട്ടറി ജയ്ഷാ. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 2ാം T20 ലോകകപ്പ് നേടിയത്. അന്താരാഷ്ട്ര 2020-യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രവീന്ദ്ര ജഡേജ. അന്താരാഷ്ട്ര T20-യിൽ നിന്ന് വിരമിക്കുന്നത് ഇന്ത്യയ്ക്കായി 74 മത്സരങ്ങൾ കളിച്ച ഓൾറൗണ്ടർ. ജഡേജയുടെ വിരമിക്കൽ പ്രഖ്യാപനം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയ്ക്കും പിന്നാലെ. കോപ്പ അമേരിക്കയിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീന ക്വാർട്ടറിൽ. എതിരില്ലാത്ത 2 ഗോളിന് പെറുവിനെ തോൽപ്പിച്ചു. 2 ഗോളും നേടിയത് ലൗറ്റോറോ മാർട്ടിനസ്. അർജന്റീന ഇറങ്ങിയത് മെസ്സി ഇല്ലാതെ. കോപ്പ അമേരിക്കയിൽ നാളെ 2 മത്സരങ്ങൾ. അപരാജിത കുതിപ്പ് തുടരാൻ വെനസ്വേല ജമൈക്കയ്ക്കെതിരെ. നോക്കൌട്ട് പ്രതീക്ഷയുമായി മെക്സിക്കോയും ഇക്വഡോറും നേർക്കുനേർ. മത്സരങ്ങൾ പുലർച്ചെ 5:30. യൂറോ കപ്പിൽ നാളെ 2 മത്സരങ്ങൾ. ഫ്രാൻസ് ബെൽജിയത്തിനെതിരെ. മത്സരം രാത്രി 9:30. 2ാം മത്സരത്തിൽ പോർച്ചുഗൽ സ്ലൊവാനിയെ നേരിടും. ക്വാർട്ടർ ഉറപ്പിക്കുവാൻ ലക്ഷ്യമിട്ട റൊണാൾഡോയും സംഘവും. മിഡ്ഫീൽഡർ ഡഗ്ലസ് ലൂയിസിനെ സ്വന്തമാക്കി ഇറ്റാലിയൻ ക്ലബ്ബ് യുവൻസ്. 5 വർഷത്തേക്കാണ് കരാർ. ആസ്റ്റൺ വില്ലയിൽ നിന്നാണ് ക്ലബ്ബ് താരത്തിനെ സ്വന്തമാക്കിയത്. പ്രീമിയർ ലീഗിൽ 204 മത്സരങ്ങളിൽ താരം ബൂട്ടണിഞ്ഞു. US ഒളിമ്പിക്സ് ട്രയൽസിൽ റെക്കോർഡിട്ട നോവ ലൈനൽ 200 മീറ്റർ ഓട്ടം 19.53 സെക്കൻഡ്സിൽ പൂർത്തിയാക്കി. മറികടന്നത് 1996-ൽ മൈക്കിൾ ജോൺസൺ സ്ഥാപിച്ച റെക്കോർഡ്. നേരത്തെ 100 മീറ്ററിന്റെ ട്രയൽസും നോവ സ്വന്തമാക്കിയിരുന്നു. യുവതാരം കിർണൻ ഡ്യൂസ്ബെറി ഹാളിനെ സ്വന്തമാക്കാൻ ഒരുങ്ങി ചെൽസി. 2023 വരെ കരാറിൽ ഒപ്പിടും. ലെസ്റ്റർ സിറ്റിക്കായി 49 മത്സരങ്ങൾ കളിച്ച താരം. ലെസ്റ്റർ സിറ്റിയിൽ നിന്നാണ് ചെൽസി ഹാളിനെ സ്വന്തമാക്കുന്നത്.